അപ്പോൾ നമ്മൾ LSTയുടെ 4th മൊഡ്യൂളിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട്? അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ ഇൻപുട്ടിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻപുട്ടിൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സീക്വൻസ് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതുപോലെ തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും, ആ സ്റ്റേറ്റിനെയും മുന്നേ എന്താണോ ആ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത് ആ സ്റ്റേറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോഴത്തെ ഔട്ട്പുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ എന്താ വെച്ചാൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ നമുക്ക് മെമ്മറി എലമെൻ്റ് ഇല്ല, ഇവിടെ നമുക്ക് മെമ്മറി ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുന്നത്തെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മെമ്മറി എലമെൻ്റ് എന്തെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് ഡിസ്ക്രൈബ് ബൈ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇവിടെ ബിഹേവിയേഴ്സ് ഡിസ്ക്രൈബ് ബൈ സെറ്റ് ഓഫ് നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു ഫിഗറാണ്. കോമ്പിനേഷൻ സർക്യൂട്ടിൽ ജസ്റ്റ് കുറച്ച് ഇൻപുട്ടും കുറച്ച് ഔട്ട്പുട്ടും ജസ്റ്റ് വരച്ച് വയ്ക്കുക. പക്ഷേ സീക്വൻസ് സർക്യൂട്ടിൽ നമുക്ക് എന്ത് വേണം? കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ടാവും, അതിലൂടെ മെമ്മറി എലമെൻറ്റ് കൂടി ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് അല്ലെങ്കിൽ സീക്വൻസ് സർക്യൂട്ടിൻ്റെ ഡയഗ്രാം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഹാഫ് ആഡർ, ഫുൾ ആഡർ, മക്സ്. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് 5 തരത്തിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് SR, പിന്നെ D, പിന്നെ JK, പിന്നെ T, പിന്നെ മാസ്റ്റർ സേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ ഇത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ ഏകദേശം അതിലത്തെ മെയിൻ പോർഷൻസാണ് ഈ 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് നമ്മൾ കളയാൻ പാടില്ല. എന്തായാലും നോക്കിയിട്ട് എക്സാമിന് പോയിക്കോളൂ. ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 മാർക്കിനോ അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യനായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യനായിട്ട് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കാനായിട്ട് മുന്നേ നമുക്ക് RS ലാച്ച് യൂസിങ് NOR ഗേറ്റ്സും NAND ഗേറ്റ്സും ജസ്റ്റ് നോക്കി പോകാം. അതിലെന്താ വെച്ചാൽ നമുക്കിതിൽ മെയിനായിട്ട് ഇതാണ് ഫിഗർ വരുന്നത്. RS അതൊരു ഒരു NAND ഗേറ്റിൽ പോകുന്നുണ്ട്, S ഒരു NAND ഗേറ്റിൽ പോകുന്നുണ്ട്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് Q ഉണ്ട്, Q ഡാഷും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് 2 സ്റ്റേറ്റാണ് നമുക്കുള്ളത്, Qയും Q ഡാഷും. അതിൽ Q = 1 കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും, Q = 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് റിസെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അതെപ്പോഴും ഓർത്തിട്ട് വയ്ക്കുക. Q = 1 ആണെങ്കിൽ സെറ്റ് സ്റ്റേറ്റും Q = 0 ആണെങ്കിൽ റീസെറ്റ് സ്റ്റേറ്റും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ SR യൂസിങ് NOR ഗേറ്റ് എന്ന് പറയുന്നത് SR യൂസിങ് NOR ഗേറ്റും NAND ഗേറ്റും വലിയ വ്യത്യാസമില്ല. ഇവിടെ NOR ഗേറ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ NAND ഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കണക്ഷൻ എടുത്തിട്ട് അടുത്ത ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കൊരു കണക്ഷൻ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് മുകളിലത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രോസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് ആയിട്ടുള്ള കണക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, ലാച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 3 മാർക്കിന് ഇപ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് വരയ്ക്കാൻ പറയുന്നുണ്ടായിരിക്കും 3 മാർക്കിനൊക്കെ. പക്ഷേ ഒരു 7 മാർക്ക് 9 മാർക്കിന് ആ രീതിയിൽ വരികയാണെങ്കിൽ ഇത് എല്ലാതും നമ്മൾ വരച്ചു കൊടുക്കണം. അത് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ഉണ്ടാവുക. അതായത് ഈ ഡയഗ്രാം നമ്മളിപ്പോൾ SR ലാച്ചിൽ കണ്ട പോലെ ഒരു ഡയഗ്രാം ഉണ്ടായിരിക്കും. ആ ഡയഗ്രാം എന്തായാലും നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് പിന്നെ പഠിക്കാൻ ഉള്ളത് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും എല്ലാ എന്താ പറയുക സർക്യൂട്ട്സ് നമുക്ക് ട്രൂത്ത് ടേബിൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ട്രൂത്ത് ടേബിൾ എന്തായാലും നോക്കണം. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഗ്രാഫിക് സിമ്പിൾ, പിന്നെ എക്സൈറ്റേഷൻ ടേബിൾ അറിയെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ അറിയെങ്കിൽ മാത്രമേ എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2 NAND ഗേറ്റ് ഒരു NAND ബേസ്ഡ് SR ലാച്ചിലേക്ക് എങ്ങനെ ആഡ് ചെയ്താൽ, അതായത് ഇത് വരുന്ന പറയുന്നത് നമ്മൾ പഠിച്ച SR ലാച്ചാണ്. അതിൻ്റെ കൂടെ 2 NAND ഗേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലോക്ക് പൾസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് SR ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് 2 NAND ഗേറ്റ്, പിന്നെ അതായത് 2 NAND ഗേറ്റ് ഏതിലേക്ക് ആഡ് ചെയ്യുന്നു? SR ലാച്ചിലേക്ക് ആഡ് ചെയ്യുന്നു.
അതുപോലെ തന്നെ ഒരു ക്ലോക്കിൻ്റെ കണക്ഷനും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കണം? അതിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിക്കണം. ഇതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അതായത് SRഉം Sനും Rനും നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് Qn+1 വാല്യൂസ് കണ്ടുപിടിക്കുക. അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ എഴുതുക. അതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. അപ്പോൾ 0 കണ്ടീഷനിൽ ഒരു ചേഞ്ചും ഇല്ല. 0 ഇതിൽ നമുക്ക് Qn+1 0 കിട്ടും. അപ്പോൾ റിസൾട്ട് സ്റ്റേറ്റ് ആയിരിക്കും. 10 കണ്ടീഷനിൽ Qn+1 1 കിട്ടും. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ 1 കിട്ടുകയാണെങ്കിൽ അത് ഫോർബിഡൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഗ്രാഫിക് സിമ്പിൾ വരിക SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ. അതായത് ഒരു ബോക്സിൽ എസും വരും ആറും വരും. ഈ C എന്ന് പറയുന്നത് ക്ലോക്കാണ്. Qയും Q' ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ടേബിളാണ്. അതായത് Qയും Qnഉം S മാറും. അങ്ങനെയാണെങ്കിൽ Qn+1ൻ്റെ വാല്യൂ എന്തോ ആയിരിക്കും, അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതായത് ഇപ്പോൾ Sൻ്റെ Rൻ്റെ വാല്യൂ 0 ആ സമയത്ത് Qnൻ്റെ വാല്യൂ 0 ആണെങ്കിൽ Qn+1 0 ആയിരിക്കും. 0 ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോകാനേ പറ്റുള്ളൂ. വേറെ ഒരു നമുക്ക് ഫിഗറിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ Sനും Rനും ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ടുള്ള Qൻ്റെ വാല്യൂസ് എഴുതുക. അതാണ് ശരിക്കും നടക്കുന്നത്. പക്ഷേ നമുക്ക് Qn+ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ അങ്ങനെ പഠിക്കണം. പിന്നെ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതായത് ഈ Qn+1ൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് Qn+1 ആ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കുന്നത്. അതായത് Q S Rഉം അതാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. എന്നിട്ട് Qn+1 എവിടേക്കാണോ 1 വരുന്നത്, 3 സ്ഥലത്താണ് 1 വരുന്നത്, പിന്നെ 2 സ്ഥലത്ത് ഡോൺ കെയർ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച മാതിരി എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ Qn+1ൻ്റെ ആൻസർ QR'+S എന്ന് വരും. ഓക്കെ. ഇനി Qയും Qn+1 എൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് Sനും Rനും എങ്ങനെയാണ് വാല്യൂസ് വരുന്നത് നോക്കാം. അതായത് Qയും Qn+1ഉം അത് 2 സ്ഥലത്ത് 0 വന്നു കഴിഞ്ഞാൽ Sൻ്റെ Rൻ്റെ വാല്യൂസ് എന്തായിരിക്കും? S അപ്പോൾ 2 ഭാഗത്തും 0 ആണ്, പക്ഷേ Rൻ്റെ വാല്യൂ 0 ആവാം 1 ആവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡോൺ കെയർ ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇനി Qയും Qn+1ഉം 0 1 ആയാൽ 0യും 1 ആയാൽ എന്താണ് Sൻ്റെ Rൻ്റെ വാല്യൂസ് നോക്കുക. അതിനനുസരിച്ച് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സുഖമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് ആ ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക, ട്രൂത്ത് ടേബിൾ നോക്കുക, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നോക്കുക, അത് യൂസ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഗ്രാഫിക് സിമ്പിൾ ഭയങ്കര സിമ്പിളാണ്, അത് നിങ്ങൾക്ക് അറിയണ മാതിരി എഴുതി വയ്ക്കുക.